Good morning everyone. Welcome back to MTM Campus Educational Channel. Today we discuss the topic of working capital management and its importance. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റുമാണ്. ഓക്കെ, മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് വർക്കിംഗ് ക്യാപിറ്റലിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് അസറ്റ്സിനെയും കറണ്ട് ലയബിലിറ്റീസിനെയും മാനേജ് ചെയ്യുന്നതും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് തന്നെയാണ്. ഇത് അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കറണ്ട് അസറ്റ്സിലും കറണ്ട് ലയബിലിറ്റീസിനും വേണ്ടി നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അതിനെ മാനേജ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലൂടെയാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് സിംപ്ലി റെഫേഴ്സ് ടു മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സിംപ്ലി ആയിട്ട് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ഇതെന്താണ്? മാനേജ്മെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കാരണം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡഡ് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. അതുകൊണ്ട് തന്നെ കറണ്ട് അസറ്റ്സിനെയും കറണ്ട് ലയബിലിറ്റീസിനെയും മാനേജ് ചെയ്യുന്നത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലാണ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രോബ്ലം ഓഫ് ഡിസിഷൻ മേക്കിംഗ് റിഗാർഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വേരിയസ് കറണ്ട് അസറ്റ്സ് ഫോർ മെയിൻറ്റെയിനിങ് ദ ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്സ്. നമ്മളുടെ കമ്പനിയിൽ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കറണ്ട് അസറ്റ്സിൽ ഇൻവെസ്റ്റ് എന്നൊരു പതിവുണ്ട്. നമ്മളുടെ കമ്പനിയിൽ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അത് ഏതൊക്കെ ആയിരിക്കും? ക്യാഷ് ഇൻ ഹാൻഡ്, ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അത് ആ സമയത്ത് നമ്മൾക്ക് എന്തുണ്ടാവും? ചില പ്രോബ്ലംസ് ഉണ്ടാവും. ഏതിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അങ്ങനെ ഡിസിഷൻ മേക്കിംഗ് സമയത്തുണ്ടാകുന്ന പ്രോബ്ലംസിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലൂടെയാണ്. അപ്പോൾ കറണ്ട് അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഡിസിഷൻ മേക്കിംഗ്, ആ സമയത്തുണ്ടാകുന്ന പ്രോബ്ലംസ് തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാനേജ്മെൻറ്റും ഏത് തന്നെയാണ്? മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ്. According to Smith, working capital management is concerned with the problems that arise in attempting to manage the current assets, current liabilities. Current assetsഉം current liabilitiesഉം മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് അതാണ് പ്രോബ്ലംസിനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസിനെ മാനേജ് ചെയ്യുന്നത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റുമായിട്ടും കറണ്ട് ലയബിലിറ്റിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് മാനേജ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലൂടെയാണ്. ആൻഡ് ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദം. അതിനിടയിൽ ഈ കറണ്ട് അസറ്റ്സിനെയും കറണ്ട് ലയബിലിറ്റീസിന് ഇടയിൽ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? നിങ്ങൾക്കറിയാം, ഒരു ക്രെഡിറ്റേഴ്സ് ഉണ്ട്. നമ്മളുടെ കമ്പനിയിൽ ക്രെഡിറ്റേഴ്സ്, നമ്മളുടെ ബുക്കിൽ ക്രെഡിറ്റേഴ്സും കാണുന്നുണ്ട്, ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡും ഉണ്ട്. കറണ്ട് അസറ്റ്സിൽ ക്യാഷ് ഇൻ ഹാൻഡും ഉണ്ട്, കറണ്ട് ലയബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സും ഉണ്ട്. ക്രെഡിറ്റേഴ്സ് പോയി എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് 20,000 നമ്മളതിൽ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാഷ് ഇൻ ഹാൻഡിൽ നിന്ന് 20,000 ഓട്ടോമാറ്റിക്കലി പോയി, അല്ലേ? കയ്യിലത്തെ ക്യാഷും പോയി എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ തമ്മിൽ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ്. കറണ്ട് ലയബിലിറ്റിയും കറണ്ട് അസറ്റും തമ്മിൽ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയാൻ കാരണം നമ്മളുടെ കമ്പനിയിലെ ക്രെഡിറ്റേഴ്സിൽ നിന്ന് 20,000 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 20,000 കൊടുത്തു എന്നാണ് അർത്ഥം. 20,000 രൂപ നമ്മളുടെ കമ്പനിയിലെ ക്യാഷിൽ നിന്ന് എടുത്തു കൊടുത്തു. അപ്പോൾ ക്യാഷിൽ 20,000 കുറഞ്ഞു, ക്രെഡിറ്റേഴ്സിൽ 20,000 കുറഞ്ഞു. അപ്പോൾ രണ്ടും തമ്മിൽ ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ആർ
രണ്ട് ഫോൾഡായിട്ടുണ്ട് ഉള്ളത്. ഏത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് 2 ഫോൾഡാണ്. ഒന്നെന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുക, മെയിൻ്റനൻസ് നടത്തുക. രണ്ടാമത്തത് അവൈലബിലിറ്റി ഓഫ് സഫിഷ്യൻറ്റ് ഫണ്ട്സ് അറ്റ് ദ ടൈം ഓഫ് നീഡ്. നമ്മൾക്ക് ആവശ്യമായ സമയത്ത് നമ്മൾക്ക് സഫിഷ്യൻറ്റ് ഫണ്ട് അവൈലബിൾ ആക്കുക. അപ്പോൾ ആവശ്യമായ സമയത്ത് ലിക്വിഡിറ്റി അവൈലബിൾ ആക്കുക. 2 വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് രണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി സൗണ്ട് ആൻഡ് പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മേ ബി സ്റ്റഡീഡ് ഫ്രം ദ ഫോളോയിങ് ഫാക്ട്സ്. താഴെ പറയുന്ന ഫാക്റ്റ് വെച്ചിട്ട് നമ്മൾക്ക് ഇമ്പോർട്ടൻസ് ഓഫ് സൗണ്ട് ആൻഡ് പ്രോപ്പർ മാനേജ്മെൻറ്റ് നമുക്ക് പഠിക്കാം. ഒന്നാമത്തത് about 50% to 70% of the capital of a manufacturing firm is invested in its current assets. നിങ്ങൾക്കറിയാം ഒരു കമ്പനിയുടെ 50 to 70% കറണ്ട് അസറ്റിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം അവരുടെ ഡേ ടു ഡേ അഫയേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് എന്തിൽ നിന്നാണ് വരുന്നത്? വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 50 to 70% എന്തിലാണ്? അവരുടെ കറണ്ട് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വി കൺസിഡർ അബൌട്ട് ദി ഫിക്സഡ് അസറ്റ്സ് ഇൻ വെരി ഡീറ്റെയിൽ. ദാറ്റ് ഇസ് നിയർലി 30% to 50% ഓഫ് ദി ടോട്ടൽ ഫണ്ട്സ്. നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അബൌട്ട് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളുടെ കമ്പനിയുടെ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വെരി ഡീറ്റെയിൽ that is nearly 30 to 50% ഓഫ് ദി ടോട്ടൽ ഫണ്ട്സ്. അതായത് 50% നമ്മൾ കറണ്ട് അസറ്റ്സിൽ അല്ലെങ്കിൽ 70% കറണ്ട് അസറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിയുള്ളത് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് പോകുക. അതായത് 50% or 30% നമ്മൾ എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക? ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. ഹെൻസ് ദ മാനേജ്മെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ് ഷുഡ് ഗെറ്റ് പ്രോപ്പർ അറ്റൻഷൻ ഓഫ് ദി മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ പ്രോപ്പർ അറ്റൻഷൻ കൊടുക്കേണ്ടത് എന്തിലാണ്? കറണ്ട് അസറ്റ്സിലാണ്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കമ്പനിയുടെ 30 to 70% വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ്സിലും 30 to 50% ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂടുതലായി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിലാണ്? വർക്കിംഗ് ക്യാപിറ്റലിലാണ്. അതായത് കറണ്ട് അസറ്റ്സിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് കറണ്ട് അസറ്റ്സിൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ഫിക്സഡ് അസറ്റ്സ് ക്യാൻ acquired even on lease but there is no alternative for current assets. നിങ്ങൾക്കറിയാം ഫിക്സഡ് അസറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ലീസിന് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹയർ പർച്ചേസ് സിസ്റ്റം, ലീസ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലീസിന് നമുക്ക് ഫിക്സഡ് അസറ്റ് നമുക്ക് അക്വയർ ചെയ്യാം. പക്ഷേ കറണ്ട് അസറ്റ്സ് നമുക്ക് അങ്ങനെ കിട്ടില്ല. ഒരു ഓൾട്ടർനേറ്റീവ്സും ഇല്ല, നമ്മുടെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്തേ മതിയാവും. ദർ ഈസ് നോ വേ അവോയ്ഡിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻ്ററി ആൻഡ് ഈസ് റിസീവബിൾ. ഇത്തരം ഇൻവെൻ്ററിയോ റിസീവബിളോ നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാനൊരു വേയും ഇല്ല. അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ ഒരിക്കലും പറ്റൂല. അതുകൊണ്ട് നമുക്ക് ഇൻവെൻ്ററിയോ റിസീവബിൾസോ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. മൂന്നാമത്തെ പോയിന്റ്, ദർ ഈസ് എ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ദ സെയിൽ ഓഫ് എ ഫേം ആൻഡ് ഇറ്റ്സ് കറണ്ട് അസറ്റ്സ്. നിങ്ങൾക്കറിയാം എന്താ പറയുക, സെയിൽ ഓഫ് എ ഫേമും അതേപോലെ തന്നെ കറണ്ട് അസറ്റ്സും തമ്മിൽ പോസിറ്റീവ് കോറിലേഷനാണ്. ഇങ്ങനെ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെന്ന് പറയാൻ കാരണം നമ്മളുടെ സെയിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡെപ്റ്റേഴ്സും ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ബിൽസ് റിസീവബിളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറണ്ട് സെയിൽ കൂടുമ്പോൾ ക്യാഷ് സെയിലാണെങ്കിൽ ക്യാഷ് ഉണ്ടാവുന്നു, ക്രെഡിറ്റ് സെയിലാണെങ്കിൽ ഡെപ്റ്റേഴ്സ് ഉണ്ടാവുന്നു, ബിൽസ് റിസീവബിൾ ഉണ്ടാവുന്നു. അങ്ങനെ നമ്മളുടെ കറണ്ട് അസറ്റും സെയിൽസും തമ്മിൽ നല്ലൊരു പോസിറ്റീവ് കോറിലേഷനാണ് ഉള്ളത്. വിത്ത് ദ ഇൻക്രീസ് ഇൻ സെയിൽസ് കറസ്പോണ്ടിങ് ഇൻക്രീസിങ്
in current assets is also required. അതേപോലെ സെയിൽസിൽ ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ അതേപോലെ തന്നെ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ഈസ് ഓൾസോ റിക്വയർഡ്. നമ്മൾക്ക് എന്തിലും ആവശ്യമാണ്, കറണ്ട് അസറ്റ്സിലും ഇൻക്രീസ് ആവശ്യമാണ്. ആസ് എ റിസൾട്ട്സ് ദെയർ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ടു ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കമ്പനിയിൽ ഈ കറണ്ട് അസറ്റ്സിൻ്റെ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ആയി തീരുകയാണ് ചെയ്യുന്നത്. Fourth one, working capital requirements are generally financed through outside sources. സാധാരണഗതിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് സോഴ്സസിലൂടെയാണ് നമുക്ക് വരുന്നത്. സോ ദ കണ്ടിന്യൂസ് എഫേർട്ട് ഈസ് നെസസറി ടു യൂട്ടിലൈസ് ദം ഇൻ ദ ബെസ്റ്റ് വേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ കമ്പനിയിൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് എഫേർട്ട് ആവശ്യമാണ്. അപ്പോൾ കണ്ടിന്യൂസ് എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ കമ്പനിയിൽ ഔട്ട്സൈഡ് സോഴ്സസിലൂടെയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സർവേ ഇൻഡിക്കേറ്റ്സ് ദ മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഓഫ് ഫിനാൻസ് മാനേജേഴ്സ് ടൈം ഈസ് ഡിവോട്ടഡ് ടു ദി മാനേജ്മെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. നമ്മളുടെ സർവേ കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫിനാൻസ് മാനേജർ എന്ന പദവിയിലിരിക്കുന്ന ആൾ കൂടുതലായിട്ടും എഫേർട്ട് എടുക്കുന്നത്, കൂടുതലായിട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കറണ്ട് അസറ്റ്സിലും കറണ്ട് ലയബിലിറ്റീസും പ്രോപ്പറായി മാനേജ് ചെയ്യുന്നതിലാണ് കൂടുതലായിട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലാണ്. കാരണം നിങ്ങൾക്കറിയാം, ഈ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾക്ക് വരുന്നത് സെയിൽ നടത്തിയാൽ ഒന്നുകിൽ ക്യാഷ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ ആയിട്ടാണ് നമുക്ക് ഫണ്ട് വരുന്നത്. ആ ഫണ്ടിനെ ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ കമ്പനി എന്തായിട്ട് പോവുള്ളൂ, സക്സസ്ഫുള്ളായിട്ട് പോവുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഒരു ഫിനാൻസ് മാനേജർ എന്ന നിലയിൽ ഫിനാൻസ് മാനേജർ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യണം ഫോർ സക്സസ്ഫുള്ളി മെയിൻറ്റെയിൻ ദി കറണ്ട് അസറ്റ്സ് ആൻഡ് current liabilities. Successfully manage the current assets and current liabilities. Fifth one, working capital management is particularly important for small firms. Working capital management സ്മോൾ ഫേം ആണെങ്കിലും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യേണ്ടതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്മോൾ ഫേമിന് പോലും ഇമ്പോർട്ടൻ്റ് ആണ്. എ സ്മോൾ ഫേം ഹാസ് റിലേറ്റീവ്ലി ലിമിറ്റഡ് ആക്സസ് ടു ദി ലോങ് ടേം ക്യാപിറ്റൽ മാർക്കറ്റ്സ്. നിങ്ങൾക്കറിയാം, ഈ ഒരു സ്മോൾ ഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധികമായിട്ടും ലോങ് ടേം ക്യാപിറ്റൽ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. ലിമിറ്റഡ് ആക്സസ് നടത്താറുള്ളൂ. അവരുടെ ക്യാഷ് ലിക്വിഡിറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു വെക്കുകയോ അങ്ങനെയൊന്നും അവരൊരിക്കലും ചെയ്യില്ല. Therefore, it must depend heavily on short-term bank loans and trade credit. അവരെപ്പോഴും അവർക്ക് ആവശ്യമായ ഫണ്ടിനെ അവർ സമീപിക്കുക അടുത്തുള്ള ബാങ്കുകളിൽ നിന്ന് ഷോർട്ട് ടേം ബാങ്ക് ലോൺസുകളും ആൻഡ് ട്രേഡ് ക്രെഡിറ്റുകളുമാണ് അവർ ഡിപ്പെൻഡ് ചെയ്യാറ്. ഇത്രയും കാര്യങ്ങളാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പഠിക്കുന്നത്. നമ്മളിന്ന് 2 ടോപ്പിക്ക് പഠിച്ചു, മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലും ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും. മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റിനെയും കറണ്ട് അസറ്റ്സിനെയും നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ഈസ് കോൾഡ് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 5 പോയിൻറ്റ്സ് പഠിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.